Hey guys, and once again welcome back to my YouTube channel. So അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ കുറച്ച് സ്പെഷ്യലായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ കാര്യം കത്തിയിട്ടുണ്ടാവണം. ആൻഡ് ഞാൻ ഒന്ന് പറയട്ടെ, ഇപ്പം എനിക്ക് ഏകദേശം 14,000 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് നിൽക്കുകയാണ്. ആൻഡ് ഐ എം സോ താങ്ക്ഫുൾ. ആൻഡ് ആ ഒരു 14,000-ൽ എനിക്ക് തോന്നുന്നു ഒരു 10K സംതിങ് ഈ ജർമ്മനി ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അല്ലെങ്കിൽ അതൊക്കെ മേലെ ജർമ്മൻ പഠിക്കുന്ന പിള്ളേരാവാം, അല്ലെങ്കിൽ ജർമ്മനി എന്നുള്ള ലക്ഷ്യം വെച്ചിട്ട് വീഡിയോ കാണുന്നവരാവാം. അങ്ങനെയുള്ളവരാണ് കൂടുതലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യാൻ ഒരു കാരണം നിങ്ങൾ തന്നെയാണ്. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചതും അതുപോലെ എനിക്ക് പലപ്പോഴും ചെയ്യാൻ തോന്നിയതും എങ്കിൽ ഞാൻ മറന്നു പോയതുമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ. ഞാൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് എൻ്റെ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ എങ്ങനെയാണ് ജർമ്മൻ പഠിച്ചത്, എൻ്റെ ജർമ്മൻ എങ്ങനെ ഫ്ലുവൻ്റ് ആയി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ജർമ്മൻ പഠിക്കാം. കുറേ പേർക്ക് ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ട് ജർമ്മൻ എക്സാം പാസ്സാവാനും അതും ഇതും പഠിക്കാനും സംസാരിക്കാനൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ വേറൊരു കാര്യമോടെ പറയാം. എൻ്റെ ഉമ്മച്ചി പറയുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ അടുത്ത് എൻ്റെ അനിയൻ്റെ ഒക്കെ അടുത്തൊക്കെ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തൊക്കെ കഴിയുമ്പോഴത്തേക്കും ഞങ്ങളൊന്ന് നൂലിന്ന് ഇറങ്ങി വന്നതല്ലോ എന്ന് പറയും. ലൈക്ക് ഞങ്ങളൊന്ന് സ്പെഷ്യൽ പിള്ളേരല്ലോ എന്നുള്ളൊരു രീതിയിൽ പറയുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ഞാൻ അതിപ്പോൾ ഇവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നി ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യത്തിന് അതൊരു ആപ്റ്റായിട്ടുള്ളൊരു വാക്കാണ്. നൂലിന്ന് ഇറങ്ങി വന്നതല്ലല്ലോ. കാരണം നമ്മളാരും നൂലിന്ന് ഇറങ്ങി വന്നവരല്ല. വിച്ച് മീൻസ് നമ്മളെല്ലാവരും പല വീട്ടിൽ പല പേരൻസിന് ജനിച്ച പിള്ളേരാണ്. അപ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഡിഫറൻസസ് ഉണ്ടാവും. ലൈക്ക് നമ്മുടെ ഫേസ് ആയിക്കോട്ടെ, നമ്മുടെ ബോഡി സ്ട്രക്ചർ ആയിക്കോട്ടെ, നമ്മുടെ കളർ ആയിക്കോട്ടെ, കംപ്ലീറ്റ് ഡിഫറൻസ് ഉണ്ടാവും. നമ്മുടെ സ്വഭാവത്തിലും എല്ലാത്തിലും ഡിഫറൻസസ് ഉണ്ടാവും. ഓരോ മൈന്യൂട്ട് കാര്യത്തിലും ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ അത് മനസ്സിൽ വെച്ചിട്ട് വേണം ഈ വീഡിയോ കാണാൻ. കാരണം എനിക്ക് ഫലിച്ച കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ഐ തിങ്ക് എൻ്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആവും എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇത് ചിലപ്പോൾ ഇതിനു മുന്നേ ട്രൈ ചെയ്ത് ഫെയിൽ ആയിട്ടുള്ളവരുണ്ടാവാം. അത് എൻ്റെ മിസ്റ്റേക്ക് അല്ല, ഞാൻ എൻ്റെ കാര്യം എൻ്റെ സൈഡിൽ നിന്ന് പറയാണ്. അപ്പം അത് ആ ഒരു രീതിക്ക് എടുത്ത് തന്നെ കാണണം കേട്ടോ. അപ്പോൾ എനിവേ നമുക്ക് വൈകിക്കേണ്ട, വീഡിയോയിലേക്ക് പോകാം. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ ജർമ്മൻ പഠിത്തം വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ ജർമ്മൻ പഠിക്കാൻ തീരുമാനിച്ചതിന് മുന്നേ തീരുമാനം എടുത്തായിരുന്നു. പക്ഷേ സ്റ്റാർട്ട് ചെയ്തത് സെപ്റ്റംബർ 2021 13 or 23 ആ ഒരു ടൈം പീരീഡിലെങ്ങാണ്ടായിരുന്നു. ഡേറ്റ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, എങ്കിലും സെപ്റ്റംബറിലാണ് എൻ്റെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ചേച്ചി ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ജർമ്മൻ പഠിച്ചത്? ഞാൻ ഏറ്റവും വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലായിരുന്നു, കോതമംഗലത്ത് ഉണ്ടായിരുന്നത്. ഓൺലൈൻ ത്രൂ ആയിരുന്നു. കാരണം ആ ടൈമിൽ ഞാൻ +1 സ്റ്റുഡൻ്റ് ആണ്. ഒരു കോവിഡ് ബാച്ചാണ്. അപ്പോൾ ക്ലാസ്സുകളൊന്നുമില്ല, വീട്ടിലിരുന്ന് ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആൻഡ് എൻ്റെ സം പേഴ്സണൽ റീസൺസ് കൊണ്ട് ഞാൻ A2 കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഞാൻ ക്വിറ്റ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ A2 പഠിപ്പിച്ച മിസ് ഉണ്ടായിരുന്നു. ആ മിസ് ഞങ്ങൾക്ക് പേഴ്സണലി, ഞങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങളൊരു 5 പേരുണ്ടായിരുന്നു, ഫ്രണ്ട്സായിട്ട് പഠിക്കുമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് 5 പേർക്കും പുള്ളിക്കാരി പേഴ്സണലി ക്ലാസ് എടുത്ത് തരുമായിരുന്നു, ഓൺലൈൻ ക്ലാസ് ആയിട്ട് എടുത്ത് തരുമായിരുന്നു. അതും ഞാൻ ഈ പറയും പോലെ നമുക്കിപ്പോൾ നിലവിലിപ്പോൾ എന്താ പറയുക, B2 സെപ്പറേറ്റ്, B1 സെപ്പറേറ്റ് അങ്ങനെയാണല്ലോ. അന്നും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഞങ്ങൾ ക്ലാസ് എടുത്ത് തന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ B2ഉം B1ഉം 1.5 മാസം കൊണ്ടാണ് ഞങ്ങൾക്ക് എടുത്ത് തന്നത്. വേറെ 4 മാസം എടുക്കുന്ന ക്ലാസ് ഞങ്ങൾക്ക് 1.5 മാസത്തിൽ ചുരുക്കി തന്നു. ചിലയിടത്തൊക്കെ B2 തന്നെ 4 മാസം എടുക്കും, B2.1 B2.2 എന്നൊക്കെ പറഞ്ഞിട്ട്. ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ A1 A2 കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഒരു എക്സാം എഴുതിയായിരുന്നു. A2ൻ്റെ ഹൈദരാബാദ് പോയി, കൊയ്ത്തെ. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ +2ൻ്റെ എക്സാം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ മോഡൽ എക്സാം സ്കിപ്പ് ചെയ്തിട്ടാണ് ഞാൻ പോയി എഴുതുന്നത്. അങ്ങനെ കുറച്ചൊരു സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറി ഞാൻ കംപ്ലീറ്റ് ചെയ്തിൻ്റെ അകത്ത് ഷെയർ ചെയ്യുന്നില്ല, കാരണം അത് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മുന്നത്തെ വീഡിയോയിലെങ്ങാണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ ആയിരുന്നു എൻ്റെ ഒരു തുടക്കം. സെപ്റ്റംബറിലായിരുന്നു എൻ്റെ ഒരു തുടക്കം. ആൻഡ് ഞാനൊരിക്കലും ഈ ജർമ്മൻ പഠിക്കാനായിട്ടുള്ളൊരു തീരുമാനം എടുത്തപ്പോൾ ഇതെന്താണോ എന്ത് മാങ്ങാത്തൊലിയാണെന്നോ അറിയാണ്ടാണ് ഞാൻ പോയി ജർമ്മൻ എടുത്തത്. ലൈക്ക് ജർമ്മൻ പഠിക്കാനായിട്ട് എടുത്തത്. ഇതിൻ്റെ ഒരു വാക്കോ കാര്യങ്ങളോ ഒന്നും അറിയാണ്ടാണ് പോയി എടുത്തത്. ഇപ്പോൾ പല പിള്ളേരും ജർമ്മൻ പഠിക്കുന്നതിന് മുന്നേ തന്നെ ലൈക്ക് ഈ ഒരു ഇൻസ്പയർഡ് ആയിട്ട് ജർമ്മൻ പഠിക്കാൻ തീരുമാനിക്കുന്നതിന് മുന്നേ തന്നെ, അല്ലെങ്കിൽ എന്താ പറയുക, ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ കുറേ പേരും ഇഷ് ലീബ് ദിഷ്, ഇഷ് ദു ലീബ്, അങ്ങനെ കുറേ വാക്കുകൾ പഠിച്ചു വെക്കുന്ന പിള്ളേരാണ്. കാരണം എനിക്ക് മെസ്സേജസ് പലപ്പോഴും വരാറുണ്ട് പല പിള്ളേരുടെ. അപ്പം ഞാൻ ആലോചിക്കും, ഞാനൊന്നും എങ്ങനെയല്ലായിരുന്നു. ഞാനൊക്കെ ആദ്യം ഇഷ് അല്ലെങ്കിൽ ഓരോ വാക്കുകൾ ഒരു ആൽഫബറ്റും പഠിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിൽ എൻ്റെ ഫസ്റ്റ് ഓൺലൈൻ ക്ലാസ് എനിക്ക് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എന്തോ വലിയ പെരുന്നാളായിരുന്നു ഞങ്ങൾക്ക്, മനസ്സിലായി. കാരണം ഞങ്ങളൊരു 5 പിള്ളേർ
ഫ്രണ്ട്സായിട്ട് പഠിക്കാൻ കയറിയതായിരുന്നു. അപ്പം ഞങ്ങൾക്ക് സംതിങ് എന്തോ ഒരു പെരുന്നാൾ നടക്കും പോലെ ആയിരുന്നു. ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിൽ പോയി അവിടെ ഇരുന്നായിരുന്നു ഞാനും അവനും ഒരുമിച്ചായിരുന്നു ക്ലാസ്സിൽ കയറിയത്. ലൈക്ക് എന്തോ ഒരു ഹാപ്പിനെസ് ആയിരുന്നു ഫസ്റ്റ് ഡേ ഓഫ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു പെരുന്നാൾ പോലെയായിരുന്നു. അപ്പം അങ്ങനെയായിരുന്നു ഞാൻ എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്കിത് ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു കാര്യമൊന്നും ഞാൻ ഓർത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ചുമ്മാ ഒരു ഒഴുക്കിലങ്ങ് സ്റ്റാർട്ട് ചെയ്ത് പോയതാണ്. എനിക്ക് ഇങ്ങോട്ട് വരാനുള്ള ഡ്രീം ഉണ്ട് എങ്കിൽ പോലും ജർമ്മൻ ലാംഗ്വേജ് ഒരു ലാംഗ്വേജ് ആണല്ലോ എന്നുള്ളൊരു പുകച്ചിലൊന്നും ഇല്ലാണ്ടാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്ത് ജേർണി തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഓഫ് കോഴ്സ് +1 ആണ് ഞാൻ പഠിക്കുന്നത്. എനിക്ക് എക്സാംസും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. അപ്പോഴാണ് ശരിക്കും കളി കാര്യമായത്. കളി കാര്യമായി എന്ന് പറയാൻ കാരണമുണ്ട്. ഓൺലൈൻ ക്ലാസ്സസ് ആയിരുന്നു. ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കാണ്ട് നമ്മൾ ചുമ്മാ യൂട്യൂബ് കയറിയിരിക്കും. ഓൺലൈൻ ക്ലാസ് ഓൺ ചെയ്ത് വെച്ചിട്ട് എല്ലാവർക്കും സിറ്റുവേഷൻ അറിയാം. ഞാനും അങ്ങനത്തെ ഒരു കൊച്ചു തന്നെയായിരുന്നു. അവസാനം വൈകുന്നേരങ്ങൾ രാത്രിയിൽ 8:30 7 മണി ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും ജർമ്മൻ ക്ലാസ്, അതിനു മുന്നേ സ്കൂളിലെ ക്ലാസ്. കളി കാര്യമായി. സീരിയസ്ലി A1 എടുത്തു കളി കാര്യമായി എന്നുള്ളൊരവസ്ഥയിൽ ഞാൻ ഇരിക്കുകയാണ്. ആ ഒരു ടൈമിൽ രാത്രി എനിക്കൊരു ബോധോദയം വന്നു, അല്ലെങ്കിൽ ഒരു ദൈവ വിളി വന്നു എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. ഞാൻ രാത്രി കിടന്ന് കരച്ചിൽ. ഞാൻ നന്ദുവിനെ വിളിച്ചിട്ട്, ഞാനും നന്ദുവൊക്കെ ഒരുമിച്ചാട്ടോ ജർമ്മൻ പഠിച്ചു. ഞങ്ങൾ കുഞ്ഞിലേ മുതൽ ഫ്രണ്ട്സാണ്, 7ാം ക്ലാസ് മുതൽ. അറിയില്ലാത്തവർക്ക് വേണ്ടി പറയാം. അപ്പം ഞാൻ നന്ദുവിനെ വിളിച്ചിട്ട് കരച്ചിലേടാ, എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നില്ല. ശരിക്കും ഞാൻ പറഞ്ഞതാണ് അവൻ്റെ അടുത്ത്, എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നാനുള്ള കാരണം സ്കൂളിൽ എക്സാം വരുവാണ്, അതിന് മാർക്കില്ലെങ്കിൽ അത് ഫെയിലായിട്ടുണ്ടെങ്കിൽ എനിക്ക് പറ്റില്ല നന്ദു, ഇത് പഠിക്കണം, ഞാൻ എന്ത് ചെയ്യൂടാന്ന് പറഞ്ഞിട്ട് ഞാൻ കിടന്ന് വലിയ വായിൽ കരയാണ് രാത്രി. ഇതൊന്നും എൻ്റെ വീട്ടിൽ അറിഞ്ഞിട്ടില്ല, കാരണം രാത്രി ഞാൻ ഫോൺ വിളിച്ചിരുന്ന് കരയാണ്. ഓക്കെ. ആൻഡ് പിന്നെ ഞാൻ പറഞ്ഞു ഓക്കെ ഞാനിനി ഫോൺ ക്വിറ്റ് ചെയ്യും. ഞാൻ അവൻ്റെ അടുത്താട്ടോ സംസാരിക്കുന്നത്. ഫോൺ ക്വിറ്റ് ചെയ്യാൻ പോവാണ്, ഞാൻ സോഷ്യൽ മീഡിയാസ് നിർത്തുവാണ്, ഇനിയൊന്നും ഞാൻ തൊടുന്നില്ല, ഞാൻ ഫോക്കസ് ചെയ്യാൻ പോവുക, സ്റ്റഡീസ് ഫോക്കസ് ചെയ്യുക, അല്ലാണ്ട് പറ്റില്ലടാ അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിറ്റേ ദിവസം ഒരു യൂട്യൂബ് വീഡിയോ എടുത്തു. ഐ ഡോണ്ട് നോ ഞാൻ എന്തിനാണ് അത് എടുത്തതെന്നുള്ളത്, പക്ഷെ ഞാനത് എടുത്തു. ഞാൻ ഇവിടെ കൈകാട്ടി കൊടുക്കാം. ഓക്കെ, ഞാനത് എടുത്തു കഴിഞ്ഞ് ഞാൻ എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെയാണ് എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും. ഓക്കെ, ഞാനിരുന്ന് പഠിച്ചു, രാവിലെ എണീറ്റിരുന്നു പഠിക്കുക. ആ ഒരു സ്റ്റോറി ഞാൻ ഷെയർ ചെയ്യുന്നില്ല, പഠിക്കുമായിരുന്നു. എൻ്റെ +1 എക്സാമിന് ഞാൻ നല്ല മാർക്കോടുകൂടി പാസ്സായി. ലൈക്ക് എനിക്ക് ഓരോ സബ്ബിനും 2 മാർക്ക് അങ്ങനെയൊക്കെയാണ് പോയിട്ടുള്ളത്. എനിക്ക് ആ കൂടെ കമ്പ്യൂട്ടർ ഇംഗ്ലീഷിനുമാണ് മാർക്ക് കുറഞ്ഞു പോയത്. അത് ഞാൻ പഠിക്കാണ്ട് പോയിട്ടാണ്, അതെനിക്ക് നന്നായിട്ട് അറിയാം. ബാക്കി എല്ലാത്തിനും എനിക്ക് 1 മാർക്ക്. എക്സാം ഹാളിൽ നിന്ന് ഞാൻ ഇറങ്ങുന്ന ടൈമിൽ എനിക്കറിയാം എനിക്ക് എവിടെ മാർക്ക് പോയി, എത്ര മാർക്ക് പോകും എന്നുള്ള ഒരു അറിവോട് കൂടിയായിരുന്നു അക്കൗണ്ടൻസി, എക്കണോമിക്സ് ഒക്കെ ഞാൻ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഐ ആം ഫീലിംഗ് സോ പ്രൗഡ്. ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് ശരിക്കും പ്രൗഡ് മൂമെൻ്റ് ആണത്. കാരണം എൻ്റെ ഒരു പരീക്ഷയും ഞാൻ അങ്ങനെ എഴുതിയിട്ടില്ല. ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ്ലി CBSE സ്കൂളിൽ പഠിച്ചൊരു കൊച്ചാണ്. 5ാം ക്ലാസ് വരെ. അവിടെ നിന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ അതൊക്കെ പഠിച്ചിട്ട് പോവും, അവിടെ പോയിരുന്ന പേപ്പറിൽ എഴുതും. ഫസ്റ്റ് എക്സാം ഹാളിൽ കഴിഞ്ഞിട്ടിരിക്കണം ഞാനാണ്. ഇങ്ങനെ എല്ലാ പിള്ളേരും നോക്കിയിരുന്നു. ചില സമയത്ത് ബെഞ്ചിൽ കിടന്ന് ഉറങ്ങും. അങ്ങനെയുള്ളൊരു കൊച്ചായിരുന്നു ഞാൻ. ഞാൻ 10ലും പഠിച്ചിട്ടില്ല. 10ലും എനിക്ക് വലിയ മാർക്കൊന്നുമില്ല. 90% ഉണ്ട് പറയുമ്പോൾ, പക്ഷേ A+കളുടെ എണ്ണം കുറവാണ്. 4 A+ മറ്റാണെന്നും എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഒന്നിലും ഫെയിലൊന്നും ആയിട്ടില്ല കേട്ടോ. ക്ലാസ്സിലൊക്കെ ഫെയിൽ ആയിട്ടുണ്ട്, അത് വേറൊരു കേസ്. ക്ലാസ്സിലൊക്കെ ഫെയിൽ ആയിട്ടുണ്ടെന്നൊക്കെ. ഓക്കെ. ആൻഡ് +1ലേക്ക് വരുമ്പോഴും ഞാനിരുന്ന് പഠിച്ചു. ആ പഠിച്ചതിനുള്ള മാർക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ക്ലാസ്സിൽ നിന്ന്, ഒരു എക്സാം ഹാളിൽ നിന്ന് ഞാൻ വെളിയിലിറങ്ങുക. ഐ നോ എൻ്റെ മാർക്ക് എവിടെ പോയി. അക്കൗണ്ടൻസിക്ക് എനിക്ക് 2 മാർക്കാണ് പോയത്. 80ലല്ലേ അക്കൗണ്ടൻസി, അതേതാ തോന്നുന്നത്. അതിനകത്ത് എനിക്ക് 2 മാർക്കാണ് പോയത്. എനിക്ക് ശരിക്കും അറിയാം ആ 2 മാർക്ക് എൻ്റെ എവിടെയായിരുന്നു പോയെന്നുള്ളത്. ക്ലാസ് എക്സാം എഴുതി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എനിക്ക് അറിയാം ആ 2 മാർക്ക് എൻ്റെ എവിടെ പോയി. അത്രയും അടിപൊളിയായിട്ട് പഠിച്ചു പോയൊരു ആളാണ് ഞാൻ. വിച്ച് മീൻസ് ഇപ്പോൾ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലായി കാണും എനിക്ക് പഠിക്കാൻ കഴിവുള്ള കുട്ടിയാണ്. അപ്പം ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ അങ്ങനെ തന്നെ എടുക്കുക. എൻ്റെ രീതിയിലായിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് എഫക്റ്റ് ആവുക കേട്ടോ. അപ്പം എനിക്ക് പഠിക്കാൻ കഴിവുള്ള ഒരു കൊച്ചാണ് ഞാൻ. എങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും 100 വാങ്ങിക്കാനുള്ള കഴിവുണ്ട് എനിക്ക്. അതെനിക്ക് സെൽഫായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ മുൻകൂട്ടി മറ്റേ നൂലിൻ്റെ കേസ് പറഞ്ഞതും അതുപോലെ ഇപ്പോൾ ഇത് പറയുന്നതും. പക്ഷേ ആ ടൈമിൽ എൻ്റെ ജർമ്മൻ എവിടെ എത്തി നിൽക്കുമായിരുന്നു? എവിടെ എത്തിയിട്ടില്ല. ഞാൻ ആ ഒഴുക്കിലങ്ങ് പോവാണ്. ജർമ്മനൊന്നും ഞാൻ വലിയ കാര്യമായിട്ട് A1ഉം A2ഉം B1ഉം B2ഉം ഞാൻ നോക്കിയിട്ടില്ല. A2ൻ്റെ ടൈമിൽ പഠിച്ചിട്ടുണ്ട്, അത് ഞാൻ വരാം. അപ്പോൾ A1 ടൈമിൽ നമ്മൾ ഈ കുറച്ച് ബേസിക് കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ബനാൻ അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രൊനൗൺസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ, ബനാൻ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോ രീതിയിൽ പ്രൊനൗൺസ് ഒക്കെ ചെയ്ത് നോക്കും കേട്ടോ.
അതൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു അത്ഭുതമായിരുന്നു. എനിക്കും നിങ്ങളെപ്പോലെ പഠിക്കാൻ ഏറ്റവും പാട് ആർട്ടിക്കിൾ തന്നെയാണ്. ദർ ദീസ് ദസ് എന്നെ നാക്ക് കുഴയുന്നത്, ദർ ദീ ദസ് എന്ന് പറഞ്ഞ് പഠിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ അങ്ങനെ കുറേ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ IELTS എക്സാമൊക്കെ എഴുതിയിട്ടുണ്ട്. എനിക്കറിയത്തില്ല അതെന്തിനാണ് ഞാൻ എഴുതിയത്. നമുക്ക് എന്തോ ബ്രിട്ടീഷ് സംതിങ് എന്തോ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതിൻ്റെ അകത്ത് ഞാൻ IELTS എക്സാം എഴുതി. എനിക്ക് 6 എത്രയോ ബാൻഡും കണ്ടു കിട്ടുകയും ചെയ്തു. അങ്ങനെ കുറേ പ്രാന്ത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ജർമ്മൻ പാടായിരുന്നു. പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. എനിക്ക് ജർമ്മൻ എടുത്തതുപോലെ ആയിരുന്നില്ല. കളി കാര്യമായി എന്നുള്ളൊരു ഇതിലേക്കായി. പിന്നെ ഞാൻ ആ ഒരു ഒഴുക്കിലങ്ങ് പോയി. ക്ലാസ്സിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ പോയി. നിങ്ങളെങ്ങനെയാണോ ഇപ്പോഴത്തെ നിങ്ങളുണ്ടല്ലോ ക്ലാസ്സിൽ വലിയ ജർമ്മൻ എന്ന് പറയുന്നത്, അങ്ങനെ തന്നെയായിരുന്നു ഞാൻ. എൻ്റെ വഴി തിരിഞ്ഞു വന്നത് A2ൻ്റെ ടൈമിലാണ്. A2ൻ്റെ ടൈമിൽ ഞങ്ങൾ എക്സാമിന് ബുക്ക് ചെയ്യുവാണ്. എക്സാമിന് ബുക്ക് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് A2 മെയിൻ എക്സാം പോയിട്ട് എഴുതാൻ വേണ്ട പ്ലാൻ വന്നു. അത് വേറൊന്നിനല്ല, ഒന്ന് FSC എന്നുള്ളൊരു ലക്ഷ്യം വെച്ചു. പിന്നെ ഞാനും നന്ദു ഒക്കെ ഒന്ന് ജസ്റ്റ് ഒരു മൊമെന്റിലേക്ക് സ്റ്റോപ്പ് ചെയ്യുവാണ് ജർമ്മൻ പഠിത്തം. കാരണം ഞങ്ങൾക്ക് +2 ആയി. ആ ടൈമിൽ +2ൻ്റെ എക്സാം ആവാറാവുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം. അപ്പം നമ്മൾ പിന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊയ്ത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ കിട്ടാൻ എളുപ്പമാണെന്നുള്ളൊരു രീതിയിലാണ് ഞങ്ങൾ A2ൻ്റെ എക്സാമിന് വാല്യൂ കൊടുത്ത് അത് എഴുതാൻ വേണ്ടിയിട്ട് നോക്കണം. അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്ത് ഹൈദരാബാദിൽ ഡേറ്റ് എടുത്തൊക്കെ വലിയ കഥയായിരുന്നു. നന്ദുവും എല്ലാവരും കൂടി ഇങ്ങോട്ട് വരുന്നു. അപ്പനുവിൻ്റെ വീട്ടിൽ വരുന്നു. അപ്പനുവിൻ്റെ കസിനാണ്. ഞങ്ങൾ എല്ലാവരും അവിടെ പോകുന്നു. അവിടെ ഓരോരുത്തർ ഓരോ ഇതിലിരുന്ന് ഡേറ്റ് ബുക്ക് ചെയ്യുന്നു. ഹൈദരാബാദ് ബുക്ക് ചെയ്തു. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ പാലക്കാടായിരുന്നു. അവനും ഒക്കെ നമ്മൾ ഡേറ്റ് എടുത്ത് സെറ്റാക്കി ഞങ്ങളെല്ലാവരും അങ്ങനെ ഹൈദരാബാദ് എക്സാം പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. ഓക്കെ, പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്ന കഥയാണ് കംപ്ലീറ്റ് നമ്മളിരുന്ന് പഠിത്തം. ലൈക്ക് A2ൻ്റെ എക്സാമിന് പോവാണല്ലോ, ഇത്രയും പൈസയൊക്കെ മുടക്കി പോവാണ്. മെയിൻ ഒരു കാര്യം, ഞങ്ങൾ ഹൈദരാബാദ് ട്രിപ്പും കൂടെയാണ് പ്ലാൻ ചെയ്ത് അന്നേരം പോയത്. കാരണം എക്സാം മാത്രം ഫോക്കസ് ചെയ്തല്ല, എവിടെ പോകും, എന്ത് ഫുഡ് കഴിക്കും, പിന്നെയുള്ള ചിന്തയാണ്. എക്സാം നടക്കുകയാണ് അവിടെ. അതിനോട് ഞങ്ങൾ ചിന്തിക്കുന്നു, ഓക്കെ ഏത് ഫുഡ്, അവിടെ ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഏതാണ്, രാമോജി ഫിലിം സിറ്റി, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സെർച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോഴും ഞങ്ങളുടെ എക്സാം അവിടെ വെള്ളത്തിൽ കിടക്കുക. ഏകദേശം ഞങ്ങൾക്ക് 1 മാസത്തോളം സമയം ഉണ്ടായിരുന്നു എക്സാമിന് പഠിക്കാനായിട്ട്. എല്ലാ ദിവസവും ഞങ്ങൾ അപ്പനോൻ്റെ വീട്ടിൽ കൂടും. എന്നിട്ട് അവിടെ ഞങ്ങൾ ഹ്യോറൻ കേൾക്കുമായിരുന്നു. അതുപോലെ ഓരോ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുമായിരുന്നു. വലിയ TV-യിൽ ഞങ്ങൾ ഹ്യോറൻ വെച്ചിട്ട് ഓരോ ആൾക്കാർ ഓരോ സ്ഥലത്തിരുന്ന് നിലത്തിരിക്കും, ചിലർ എന്താ പറയുക കസേരയിലിരിക്കും. എന്നിട്ട് ഞങ്ങൾ അതിനൊക്കെ ആൻസർ ചെയ്യുമായിരുന്നു. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ പഠിത്തത്തിൻ്റെ ഒരു ടൈം എന്ന് പറയുമ്പോൾ. പിന്നെ ഞാൻ എനിക്ക് വേണ്ടി ചെയ്ത കുറച്ച് കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇത് പ്രമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല കേട്ടോ. ഞാൻ ഡുവലിംഗോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പരിചിതമായിട്ടുള്ള ആപ്ലിക്കേഷനാണ്. അത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ പക്ഷേ നമുക്ക് ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിക്കാൻ പറ്റില്ല. കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ പഠിച്ചുള്ളൂ കേട്ടോ അതിൽ. അത് കഴിഞ്ഞ് ഞാൻ കണ്ടുപിടിച്ച ഒരു ആപ്ലിക്കേഷനുണ്ട്. അതെനിക്ക് ശരിക്കും ഹെൽപ്ഫുള്ളായിരുന്നു. ഞാൻ യൂസ് ചെയ്ത ഒരു ആപ്ലിക്കേഷനാണ്, ചാറ്റംബർഗ് എന്ന് പറയും. അത് വെബ്സൈറ്റ് ത്രൂ ഞാൻ കയറുമായിരുന്നു. അതുപോലെ ആപ്ലിക്കേഷനും ഞാൻ യൂസ് ചെയ്യായിരുന്നു. എനിക്ക് കുറച്ചുകൂടെ പേഴ്സണലി ഇഷ്ടം വെബ്സൈറ്റ് ആയിരുന്നു. കാരണം കുറച്ചുകൂടെ അതിനകത്ത് ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്യായിരുന്നു. വൊക്കാബ്സ് വെച്ചിട്ട് നമുക്ക് കുറേ സെൻറ്റൻസുകൾ ബിൽഡ് ചെയ്ത് പഠിക്കാം. കുറേ ക്വിസ് ഉണ്ട്. ക്വിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ GK അങ്ങനത്തെ സംഭവങ്ങളൊന്നും അല്ല, ജർമ്മൻ ബേസ് ചെയ്ത് തന്നെ കുറേ ക്വിസ് ഉണ്ട്. ലൈക്ക് ഇവിടെ എന്ത് വരും, അവിടെ എന്ത് വരും. ഐ ഫെൽറ്റ് ലൈക്ക് കുറേ കാര്യങ്ങൾ ഞാൻ അതിൽ നിന്ന് പഠിച്ചു. അതുപോലെ നമുക്ക് അതിനകത്ത് പോഡ്കാസ്റ്റുകളുണ്ട്, ഇഷ്ടം പോലെ പോഡ്കാസ്റ്റുകളുണ്ട്. നമുക്ക് അതൊക്കെ കേൾക്കാൻ പറ്റും, റിപ്പീറ്റ് അടിച്ച് കേൾക്കാൻ പറ്റും. അതൊക്കെ എനിക്ക് ശരിക്കും ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് വേണേൽ പറയാം ഒരു സൈഡിൽ. പക്ഷെ അതൊക്കെ ഇപ്പം ഞാൻ മര്യാദയ്ക്ക് യൂസ് ചെയ്തായിരുന്നു. അന്ന് ഞാൻ മര്യാദയ്ക്ക് യൂസ് ചെയ്തായിരുന്നു എന്നുണ്ടെങ്കിൽ പണ്ടേ എൻ്റെ ജർമ്മൻ ബെറ്റർ ആയിരുന്നു. പക്ഷെ അന്നൊന്നും ഞാൻ മര്യാദയ്ക്ക് യൂസ് ചെയ്തില്ല. പക്ഷെ എനിക്കത് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. ഞാൻ അങ്ങനെ പിന്നെ ഒരിക്കലും ഈ ബുക്ക് നോക്കി വൊക്കാബ്സ് ഒക്കെ കാണാണ്ട് പഠിച്ച് അങ്ങനെ ഒരു ഇതൊന്നും ചെയ്തിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് സ്റ്റോറി ഒക്കെ ഇടാൻ വേണ്ട ഒരു ഷോ ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നെറ്റ്സ്വർക്കിൻ്റെ ബുക്കുണ്ടല്ലോ, വൊക്കാബ് ബുക്കൊക്കെ എടുത്തിട്ട് ഞാനിങ്ങനെ പഠിക്കും പോലെയൊക്കെ കാണിച്ച് 2-3 വൊക്കാബ്സ് ഒക്കെ ചെയ്തിട്ട് സ്റ്റോറി ഒക്കെ ഇടാൻ വേണ്ടി അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതല്ലാണ്ട് ഞാൻ മറ്റേ വൊക്കാബ്സോ കാര്യങ്ങളൊന്നും കുത്തിയിരുന്ന് പഠിച്ചിട്ടില്ല. അതൊരിക്കലും എഫക്റ്റീവ് ആവില്ല. കാരണം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ എക്സ്പീരിയൻസ് കൊണ്ട് പഠിക്കുന്നതാണ്. ഒരിക്കലും നമ്മളത് കാണാണ്ട് പഠിച്ചാൽ ലാംഗ്വേജ് പഠിക്കില്ല. മറ്റേ അക്കൗണ്ടിങ് ഇസ് ദ ആർട്ട് ഓഫ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കില്ലേ, ആ ഒരു സാധനമൊക്കെ കാണാണ്ട് പഠിച്ചാൽ നമ്മുടെ മൈൻഡിലിരുന്നോളും. അതല്ലാണ്ട് വേറൊരു കാര്യം, ലാംഗ്വേജ് നമ്മൾ കാണാണ്ട് പഠിച്ചാൽ നമ്മുടെ മൈൻഡിലിരിക്കില്ല. നമ്മളത് യൂസ് ചെയ്ത് മാത്രമാണ് പഠിക്കുള്ളൂ. അവിടെ എക്സ്പീരിയൻസ് ഇസ് ദ കീ. ഓക്കെ, ആൻഡ് ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ശരിക്കും കിട്ടിയത് ജർമ്മനി വന്ന ശേഷമാണ് കേട്ടോ. നാട്ടിൽ നമുക്കറിയാം, നമുക്ക് അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ഇതൊക്കെ ഭയങ്കര കുറവാണ്.
പിന്നെ പിന്നെ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്ലസ് ആയിട്ട് ഉണ്ടായിരുന്നത് എൻ്റെ ഫ്രണ്ട്സ്, ഞങ്ങൾ ഈ പോവാൻ പ്ലാനിട്ട് എല്ലാവരും ജർമ്മനി നോക്കി നിൽക്കുന്നവരായിരുന്നു. ഫ്രണ്ട്സ് കസിൻ എല്ലാവരും ഉണ്ട്, ഫ്രണ്ട്സും കസിനും എല്ലാവരും ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും സമയം കിട്ടുമ്പോൾ ഇങ്ങനെ സംസാരിക്കും. അതുപോലെ ഞാനും അപ്പനും ഒക്കെ A1 സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ബോഹിൻ ഞങ്ങളെന്താ ഈ ഞാൻ പറയാം ഇപ്പോഴും ഞാൻ ഇങ്ങനെ പത്രമൊക്കെ വായിച്ചുകൊണ്ട് ട്രെയിനിലിരിക്കുന്ന ഒരു കുട്ടി. അപ്പം ഞാൻ പത്രമൊക്കെ വായിച്ചിങ്ങനെ ഒരു ട്രെയിനിലിരിക്കുകയാണ്. അപ്പോഴത്തേക്കും അപ്പനും ആ സൈഡിൽ നിന്ന് വന്നിട്ട് ഹലോ ഗൂട്ടൻ ടാക്ക് എന്ന് പറയും. അപ്പം ഞാൻ തിരിഞ്ഞിട്ട് ഹലോ ഗൂട്ടൻ ടാക്ക് എന്നൊക്കെ ചോദിച്ചിട്ട് എന്താണ് പേര്, അതൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പഠിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. അങ്ങനെയൊക്കെ ഞങ്ങൾ കുറേ തമാശ കോമഡി ടൈപ്പ് ഓഫ് കാര്യങ്ങൾ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ചെയ്തിട്ടുണ്ട് പഠിക്കാനായിട്ട്. അപ്പം അങ്ങനെ കുറേ കമ്മ്യൂണിക്കേഷൻസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സെൽഫായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ഇപ്പോഴാണെങ്കിലും അപ്പോഴാണെങ്കിലും ഞാൻ കുഞ്ഞിലെ മുതൽ എന്നോട് സെൽഫായിട്ട് സംസാരിക്കും. അതിന് ഇനി ഇൻ കേസ് നിങ്ങൾ പ്രാന്തെന്ന് വിളിച്ചാൽ അതിനെ ഞാൻ പ്രാന്തായിട്ട് അക്സെപ്റ്റ് ചെയ്യും. കാരണം ഒരു മിറർ ഉണ്ടെങ്കിൽ ഞാനൊരു 3 മണിക്കൂർ ആ മിററിൽ നോക്കി സംസാരിക്കും. എനിക്കതിനൊരു പ്രശ്നമില്ല. കാരണം അതിപ്പോഴാണ് ഞാൻ നോട്ടീസ് ചെയ്യുന്നത്. 3 മണിക്കൂറിൻ്റെ കേസ് പറയാൻ കാരണമുണ്ട്. ഞാൻ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ടോപ്പിക് എടുത്തിട്ട് ഞാൻ എന്നോട് തന്നെ മിററിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് ലൈക്ക് ഞാൻ അങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ഞാൻ അതിപ്പോഴാണ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഒരു 2 hours ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചു എൻ്റെ അടുത്ത് തന്നെ. ഞാനത് തിരിച്ചറിഞ്ഞില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു കോൾ വന്ന് ഡിസ്ട്രാക്റ്റ് ആയാൽ മാത്രമാണ് ഞാൻ പിന്നെ വേറെ വഴിക്ക് പോകുള്ളൂ. അതല്ലെങ്കിൽ ഞാൻ ആ ഫോക്കസ് കൊടുത്ത് അവിടെ തന്നെ നിന്ന് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും, മിററിൽ റിഫ്ലക്റ്റ് ചെയ്ത്. സോ അതെന്നെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് എ കൈൻഡ് ഓഫ് വിഷ്വലൈസേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പലപ്പോഴും A2 എക്സാം പാസ്സാവുന്നതും അല്ലെങ്കിൽ അങ്ങനെ ലൈക്ക് ജർമ്മൻ സംസാരിക്കുന്നതൊക്കെയായിട്ട് ഞാൻ തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് ഞാൻ തന്നെ സംസാരിക്കും. സോ മേ ബി യൂണിവേഴ്സ് അതുകൊണ്ടൊക്കെ ആയിരിക്കാം എന്നിൽ A2 പാസ്സാക്കി തന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത്. ഞാൻ ഫസ്റ്റ് പാസ്സാവുന്ന എക്സാം A2 ഉണ്ടോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ A2ൻ്റെ എക്സാം എഴുതാൻ പോയ ടൈമിലാണെങ്കിൽ പോലും ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. എൻ്റെ എന്നിൽ ഞാൻ കാണുന്നൊരു ഹൈലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് കേസിന് പോയാലും അവിടെ ഞാൻ കോൺഫിഡൻ്റ് ആയിരിക്കും. ഇപ്പം പിന്നെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പ്രായമായപ്പോൾ. പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. എവിടെ എന്ത് കേസിന് പോയാലും ഞാൻ കോൺഫിഡൻ്റ് ആണ്. ആ കോൺഫിഡൻസിലാണ് ഞാൻ എൻ്റെ A2 പാസ്സായത്. ഓർ മേ ബി യൂണിവേഴ്സ് എനിക്ക് വേണ്ടി എന്നെ പാസ്സാക്കി തന്നതാണ്. ഞാൻ യൂണിവേഴ്സിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ എന്തെങ്കിലും അങ്ങനെ മനസ്സറിഞ്ഞ് ആഗ്രഹിച്ചാൽ നമുക്ക് വേണ്ടി യൂണിവേഴ്സ് കൊണ്ട് തരും എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം ഞാൻ A2ൻ്റെ എക്സാമിന് പോയി. ഞാൻ പലപ്പോഴും പലയിടത്ത് ഈ സെയിം സ്റ്റോറി ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ പറയാം, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ ഞാൻ ഷെയർ ചെയ്യാം. കാരണം നമുക്ക് ന്യൂ സബ്സ്ക്രൈബേഴ്സ് കുറേ പേരുണ്ട്, അവരൊക്കെ കേട്ടോട്ടെ, പഴയ വീഡിയോ കാണാത്തവരാണെങ്കിൽ. A2ൻ്റെ എക്സാമിന് പോയി ഒരു അന്തവും വെളിവും ഇല്ലാണ്ടാണ് ഞാൻ പോയിരിക്കുന്നത്. ഞാൻ അങ്ങനെ പഠിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഓവർ കോൺഫിഡൻസിൻ്റെ പുറത്താണ് ഞാൻ എക്സാം എഴുതാൻ പോകുന്നത്. അവിടെ പോയിട്ടും പഠിത്തം നടന്നിട്ടില്ല, ചുമ്മാ കാള കളിച്ച് നടക്കായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ പോയിരുന്നു. ഭാഗ്യത്തിന് എനിക്ക് കിട്ടിയ പാർട്ട്ണർ അപ്പനുമായിരുന്നു. സോ ഐ എം ഹാപ്പി. അപ്പനുവിൻ്റെ കസിനാണ്ടോ. അപ്പനുവിനെ കിട്ടിയോണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഞങ്ങൾ ഈ ട്രെയിനിൻ്റെ സ്റ്റോറി ഇരുന്ന് കളിക്കുന്നതും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കളിക്കുന്നതുകൊണ്ട് ഐ നോ എന്താണ് അവനിൽ നിന്ന് വരാൻ പോകുന്നതും. അല്ലെങ്കിൽ കംഫോർട്ടബിൾ ആയിരുന്നു ഞാൻ. വേറൊരു ഫ്രണ്ട് പേഴ്സൺ അല്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഭയങ്കര കംഫോർട്ടബിൾ ആയിരുന്നു അവനുമായിട്ട്. എന്നിട്ട് സ്പീക്കിങ്ങിൻ്റെ ടൈൽ വന്നപ്പോഴത്തേക്കും സംസാരിച്ച ടൈമിൽ ഞാൻ ഭയങ്കര ചിരിച്ച് ഇങ്ങനെയൊക്കെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ഭയങ്കര ഹാപ്പി ആൻഡ് കോൺഫിഡൻറ്റ് ഗേൾ ആണല്ലോ. അതുകൊണ്ട് ഞാൻ ആ ഒരു രീതിയിൽ ഭയങ്കര ബോൾഡായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇവൻ്റെ ഭാഗത്തു നിന്ന് വേഗം ഒരു ക്വസ്റ്റ്യൻ വന്നു. ഹൗസ് ടിയർ എന്ന് പറയുന്ന ഇവൻ്റെ ഭാഗത്തു നിന്നല്ല, ഞാൻ അവൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. എനിക്ക് മറ്റൊരു കാർഡ് കിട്ടി. കാർഡിൻ്റെ അകത്ത് ഹൗസ് ടിയർ എന്ന് പറഞ്ഞൊരു കൊടുത്തിട്ടുണ്ട്. അത് ഹൗസ് ടിയർ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, ശരിക്കും എനിക്ക് അറിയത്തില്ല. ഞാൻ ഭയങ്കര വീക്കാണ് വൊക്കാബ്സിൽ, അതിപ്പോഴും അതെ അപ്പോഴും അതെ. അപ്പോൾ ഹൗസ് ടിയർ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ എന്നിട്ട് കുറേ ഒരു 2 minutes അടുത്തോളം ഇരുന്ന് ആലോചിച്ചു. നല്ല ഹൈദരാബാദിലുള്ള ആൾക്കാരും നല്ലവരാട്ടോ. നമ്മളെ പ്രഷർ അടിക്കുമോ, ഒന്നും സ്ട്രെസ്സാക്കുകയോ ഒന്നും ചെയ്തില്ല. ഞാനിങ്ങനെ മിണ്ടാണ്ടിരിക്കുക, എനിക്ക് നാക്ക് പൊങ്ങുന്നില്ല, അങ്ങനെ കുറേ ഒരു അവസ്ഥയിലേക്ക് എത്തി. എന്നിട്ട് ഞാൻ ഹൗസും ടിയറും ഹൗസ് കണ്ടപ്പം ഞാൻ ഓക്കെ വീട്ടിലുള്ള എന്തെങ്കിലും ആയിരിക്കും എന്ന് ആലോചിച്ചിട്ട് ഞാൻ ഹൗസ് ടിയറും ചോദിച്ചു. അപ്പം അവൻ എന്തോ മറുപടി പറഞ്ഞു. അത് ഞാൻ കുറച്ച് ഓർക്കുന്നില്ല. ഭാഗ്യം, അല്ലെങ്കിൽ എന്ത് ചെയ്തേനെ, അതിന് പൊട്ടിപ്പോയേനെ. അത് കഴിഞ്ഞു. സ്പീക്കിങ്ങിൻ്റെ ടൈൽ അങ്ങനെ സ്മൂത്തായിട്ട് പോയി. പിന്നെ ലേസനും എവറിനും ഷ്രൈബനും വന്നു. അതായിരുന്നു അട്ടർ ഫ്ലോപ്പ്. കാരണം ഞാൻ നോക്കിയപ്പോൾ ഞാൻ നടുക്ക് ബാക്കി എല്ലാവരും ഇങ്ങനെ ഏകദേശം ചെതറിയിരിക്കുക. എൻ്റെ ഈ സൈഡിലിരുന്ന ആരായിരുന്നു? എൻ്റെ ഈ സൈഡിൽ അപ്പനും ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നണേ. സൈഡിൽ അപ്പനും, ആ സൈഡിൽ നന്ദു, അന്നാട്ടസും വാസിഫും കണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നണേ. എൻ്റെ ഓർമ്മ ശരി, എനിക്ക് കറക്റ്റ് ഓർക്കുന്നില്ല. ആരോ ഒരാൾ ഈ സൈഡിലും ബാക്കിയുള്ളവർ ഈ സൈഡിലും. ഞാൻ ആ നടുക്കായിട്ടായിരുന്നു ഇരുന്നത്.
പേപ്പർ കിട്ടിയപ്പോഴത്തേക്ക് എൻ്റെ മുഖം ഇങ്ങനെയാണ് എൻ്റെ മുഖം ഇരിക്കുന്നത്. എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ ചിരി വരുവാണ്. ഞാൻ ഭയങ്കര ഹാപ്പി ആൻഡ് കോൺഫിഡൻ്റ് ആയിരുന്നു ആ ടൈമിൽ. പേപ്പർ കിട്ടി മറിച്ച് നോക്കുന്നത് എനിക്ക് എവിടെ നിന്ന് തുടങ്ങണം എന്ന് അറിയത്തില്ല. അതായിരുന്നു എൻ്റെ സിറ്റുവേഷൻ. ഞാൻ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, എങ്ങനെ തുടങ്ങും, ആ ഒരു ലെവലിൽ ഞാൻ നിൽക്കുക. ഞാൻ ഈ സൈഡിലേക്ക് നോക്കി, ആരും ഇങ്ങോട്ടേക്ക് മറിച്ച് നോക്കുകയാണ്. അവിടെ നോക്കിയപ്പോൾ അവർ എഴുതി തുടങ്ങി. അപ്പോൾ ഞാൻ ഓർത്ത് ഓക്കെ എന്താ ഞാനും പയ്യെ സ്റ്റാർട്ട് ചെയ്യാം എന്നാലോചിച്ചു. അല്ല, ആദ്യം ഹെയറിനായിരുന്നു. എന്തോ ഒന്ന് ആദ്യം കഴിഞ്ഞു. ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ 2 കൊല്ലം കഴിഞ്ഞല്ലോ. എന്നിട്ട് നമുക്ക് ഹെയറിൻ കഴിഞ്ഞായിരിക്കും ലേസനും ഷ്രൈബനും. അത് നമുക്ക് ഏത് വേണമെങ്കിൽ ഫസ്റ്റ് എഴുതി തുടങ്ങാം, അങ്ങനെ എന്തോ ആണ്. എന്നിട്ട് ഹെയറിൻ കേട്ട ടൈമിലും എനിക്ക് ഒരു വക മനസ്സിലായില്ല ഉള്ളത് പറഞ്ഞാൽ. ഞാൻ ചുമ്മാ അതൊക്കെ ക്രോസ് ഇട്ട് വെച്ചാണ് ശരിക്കും. എനിക്കൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ലേസനും ഷ്രൈബനൊക്കെ എഴുതി. ഷ്രൈബൻ ഞാൻ പക്കായിട്ട് എഴുതിയായിരുന്നു കേട്ടോ. ഷ്രൈബൻ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എനിക്ക് കിട്ടും എന്നുള്ള കേസിൽ ഞാൻ 100% ഓക്കെ ആയിരുന്നു. സെക്കൻഡ് ടൈലോ ഫസ്റ്റ് ടൈൽ എനിക്ക് ഓക്കെ ആയിരുന്നു. സെക്കൻഡ് ടൈലാന്ന് തോന്നുന്നു എനിക്കെന്തോ മാറിപ്പോവോ അങ്ങനെ എന്തോ ചെയ്തു എന്ന് എൻ്റെ മൈൻഡിലൊരു തോട്ട് ഉണ്ടായിരുന്നു. വെളിയിൽ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. അപ്പോൾ ദെൻ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയായിരുന്നു സംഭവം വന്നുകൊണ്ടിരുന്നത്. എന്നിട്ട് ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഓക്കെ ഞാൻ ഫെയിലാവും. കാരണം എല്ലാവരുടെ ഒരു ഇത് കേട്ടപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഞാൻ ഫെയിലാവും, എനിക്ക് കിട്ടില്ല, പാസ്സാവില്ല. ഇതായിരുന്നു സിറ്റുവേഷൻ. പോയി പക്ഷെ പാസ്സായി. ഞാൻ ഷ്രൈബിന് 25 വാങ്ങിച്ചിട്ടാണ് പാസ്സായിട്ടുണ്ടായിരുന്നത്. സോ ഐ തിങ്ക് കോൺഫിഡൻസ് ഒരു കാര്യമാണ്. നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്ന ടൈമിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങളുടെ മൈൻഡിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ വായിൽ നിന്ന് ഒന്നും വരില്ല വെളിയിലേക്ക്. അതൊരു കാര്യം. രണ്ടാമത്തെ കേസ്, നിങ്ങൾ കുറേ വൊക്കാബ്സും കാര്യങ്ങളും പഠിച്ചിട്ട് ഇപ്പോൾ B2ൻ്റെ എക്സാമിന് പോകുമ്പോഴത്തേക്കും നുട്സൻ ബെനുട്സൻ ഇങ്ങനെ കുറേ വൊക്കാബ്സ് ഉണ്ടല്ലോ സെയിം ഇതിൽ വരുന്നത്. അങ്ങനെയുള്ള കുറേ നിങ്ങൾ വൊക്കാബ്സ് പഠിച്ചിട്ട് പോവുക. അതും നിങ്ങൾ യൂസ് ചെയ്യാൻ പഠിക്കണം. അത് ജസ്റ്റ് കാണാപ്പാടും വൊക്കാബ്സ് പഠിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. നിങ്ങളതെങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെയാണ് അത് വരുന്നത്, ഇതെല്ലാം വേണം പഠിച്ചിട്ട് പോകാനായിട്ട്. പിന്നെ എനിക്ക് പറയാൻ ഉള്ളൊരു കാര്യം, ജർമ്മൻ പഠിക്കുന്നവരുടെ അടുത്ത് ഇതൊരു ലാംഗ്വേജ് ആണ്. അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ടൈം എടുക്കും. ഓരോ ആൾക്കാർക്കും ഡിഫറെൻ്റ് ആയിട്ട്. ചിലപ്പോൾ ചിലർക്ക് വേഗം പഠിക്കാൻ പറ്റും, ചിലപ്പോൾ ചിലർക്ക് ഇതായിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ ഇപ്പം നാട്ടിലിതൊരു കൈൻഡ് ഓഫ് ബിസിനസ്സാണ്. സോ പാസ്സാവാനുള്ള ബുദ്ധിമുട്ട് മേ ബി അതുകൊണ്ടായിരിക്കാം. നമുക്കിതൊന്നും പറയാൻ പറ്റില്ല. ഇത് പേഴ്സണലി എനിക്കറിയത്തില്ല. അതുകൊണ്ട് നിങ്ങളാണെങ്കിലും അതിനൊരു ടൈം കൊടുക്കുക. ഇപ്പം പല പിള്ളേരും എനിക്ക് മെസ്സേജ് പറയുന്നുണ്ട് എനിക്ക് 59 മാർക്കിന് 4 പ്രാവശ്യം ഞാൻ ഫെയിലായി B2ൻ്റെ എക്സാമിനൊക്കെ. എനിക്ക് അതുകൊണ്ട് ഇനിയും എഴുതാൻ തന്നെ ഒരു ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ശരിക്കും ലാംഗ്വേജ് ആണ്. ചിലപ്പോൾ അത് എന്താ പറയുക, ചെക്ക് ചെയ്യുന്നവരുടെ ഭാഗത്തെ ഫോൾട്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ബിസിനസ്സായിട്ട് കാണുന്നതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അത് നമ്മുടെ ഭാഗത്തെ ഫോൾട്ട് ആയിരിക്കും. കാരണം ഞാൻ B2ൻ്റെ എക്സാമിന് പോയപ്പം ഞാൻ ഭയങ്കര ഓവർ കോൺഫിഡൻ്റ് ആയിരുന്നു. ഇപ്പം A2 ഒക്കെ പോയ പോലെ തന്നെ. എന്നിട്ട് B2ൻ്റെ ടൈമിൽ ഞാൻ ഒന്നും പഠിക്കാണ്ട് അതുകൊണ്ട് പോയത്. എന്നിട്ട് അവിടെ പോയിട്ട് ഞാൻ ഫെയിലായി. കാരണം എനിക്ക് അവിടെ ഒരു ഇത് പഴി പറയാൻ പറ്റില്ല. എനിക്ക് സ്പീക്കിങ്ങിന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, അല്ല ഹെയറിന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഹെയറിന് ഞാൻ ഫെയിലായി. സ്പീക്കിംഗ് കിട്ടില്ല എന്ന് ഓർത്തിരുന്നതാണ്. സ്പീക്കിങ്ങിൽ എനിക്ക് അതിൽ കൂടുതൽ മാർക്ക് കിട്ടി. സോ നമ്മളും റിയലൈസ് ചെയ്യണം കുറച്ചൊക്കെ. മേ ബി അത് നമ്മുടെ ഫോൾട്ട് കൊണ്ടായിരിക്കാം, നമ്മുടെ ഓവർ കോൺഫിഡൻസ് കൊണ്ടായിരിക്കും നമ്മൾ തിങ്ക് ചെയ്യുന്നത് ഓക്കെ ഞാൻ പഠിച്ചിട്ട് പോയതാണ് എനിക്ക് എന്തേ കിട്ടാത്തതെന്നുള്ളത്. ഞാൻ അങ്ങനെ കുറേ പിള്ളേരെ കണ്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് ജർമ്മൻ അറിയാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്ക് വലിയ ലെവൽ ഓഫ് ജർമ്മൻ ഉണ്ടാവില്ല. ഇപ്പം നിലവിൽ ഞാൻ ഇവിടെ ആയതുകൊണ്ട് എനിക്ക് ജർമ്മൻ അത്യാവശ്യം നന്നായിട്ട് കിട്ടി. അതുകൊണ്ട് നമ്മൾ നാട്ടിലുള്ള പിള്ളേരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ മനസ്സിലാവും അവരുടെ ജർമ്മൻ്റെ ലെവലും കാര്യങ്ങളും എല്ലാം. പക്ഷേ ചിലരുണ്ട് അടിപൊളിയായിട്ട് സംസാരിക്കുന്ന. ഇപ്പം ഹൗസ് ബിൽഡിങ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് എനിക്കറിയാം, അതിൻ്റെ അകത്ത് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ കൊടുക്കുന്നതുകൊണ്ട് ചില പിള്ളേരുടെ അടുത്ത് നമുക്ക് സംസാരിക്കുമ്പോൾ ഓക്കെ ആൾക്ക് നല്ല ജർമ്മൻ ഉണ്ട് എന്നുള്ള ഒരു ലെവലിൽ നമുക്ക് കത്തുന്ന പിള്ളേരും ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജർമ്മൻ പഠിക്കുന്ന പിള്ളേർ നിങ്ങൾ A1 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതൽ നിങ്ങളുടെ ബെസ്റ്റ് ഇതിൽ കൊടുക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്രയും കൊടുക്കുക. നിങ്ങൾ ജസ്റ്റ് ഇത് കാണാപ്പാടം പഠിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങളത് പ്രയോഗിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ കണ്ണാടിയുടെ മുമ്പിൽ സെൽഫായിട്ട് നിങ്ങളോട് സംസാരിക്കാം. നിങ്ങൾ ഡെയിലി ഒരു ടോപ്പിക് എടുക്കാം. ഇന്ന് നിങ്ങൾ എടുക്കുന്ന ടോപ്പിക്ക് പീരിയഡ്സ്, കഴിഞ്ഞ എൻ്റെ വീഡിയോ പീരിയഡ്സ് ആണെന്ന് വയ്ക്കാം. നിങ്ങൾക്ക് പീരിയഡ്സിനെ പറ്റി ജർമ്മനിൽ എന്തോരം സംസാരിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ നോക്കുക. അവിടെയാണ് നിങ്ങളുടെ വീക്ക്നെസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എന്തോരം ജർമ്മൻ ഉണ്ട് ജർമ്മൻ ഇല്ല എന്നുള്ളൊരു കേസ്. അതിൽ നിങ്ങൾ ജസ്റ്റ് ഹൗട്ട് എന്ന് പറയുന്ന ഒരു തേം എടുക്കുക, തുലി. അപ്പോൾ അവിടെ സ്കിൻ എന്നുള്ളൊരു തേം എടുക്കുക. ആ ഒരു തേം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എന്തോരം സ്കിന്നിനെ പറ്റി സംസാരിക്കാൻ പറ്റും, സംസാരിക്കാൻ പറ്റില്ല. നിങ്ങൾ ഫസ്റ്റ്ലി ഇത് മലയാളത്തിൽ റിഫ്ലക്റ്റ് ചെയ്ത് നോക്കാം നിങ്ങളോട് തന്നെ സെൽഫായിട്ട്. ഞാനിപ്പം സ്കിന്നിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ സ്കിൻ എന്ന് പറയുന്നത് നമ്മുടെ ലാർജസ്റ്റ് സെൻസ് ഓർഗൻ ആണ്. പിന്നെന്താ പറയുക, അങ്ങനെയുള്ള കുറേ കാര്യം. എനിക്കിപ്പോൾ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ലെങ്ത് കൂടുന്നതുകൊണ്ട് എനിക്ക് ഒത്തിരി പറയാൻ പറ്റില്ലല്ലോ, ലിമിറ്റേഷൻസ് ഉണ്ട് നമുക്ക്. അപ്പോൾ അങ്ങനെ നിങ്ങൾ മലയാളത്തിൽ നിങ്ങളുടെ മാതൃഭാഷ മലയാളം ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, തമിഴ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. കാരണം തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാർ കാണാറുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ എന്തോ
ആയിക്കോട്ടെ, നിങ്ങൾ ആ മാതൃഭാഷയിൽ നിങ്ങൾക്ക് ഒരു ടോപ്പിക്കിനെ പറ്റി എന്തോരം സംസാരിക്കാൻ പറ്റുമോ, ആ പറഞ്ഞ സെയിം കാര്യങ്ങൾ നിങ്ങൾക്ക് ജർമ്മനി സംസാരിക്കാൻ പറ്റുമെന്ന് നോക്കുക. ഒരിക്കലും സാധിക്കില്ല. നമുക്ക് നാട്ടിൽ നിൽക്കുന്ന വ്യക്തി ആയിക്കോട്ടെ, ഇവിടെ നിൽക്കുന്ന വ്യക്തി ആയിക്കോട്ടെ, പാടായിരിക്കും. പിന്നെ അല്ലെങ്കിൽ നമുക്ക് അത്രയും ലെവൽ ഓഫ് ജർമ്മൻ വേണം. എനിക്ക് പറ്റില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞാൻ അത്ര അടിപൊളിയായിട്ട് സംസാരിക്കില്ല. എന്നാലും നാട്ടിലെ വെച്ചിട്ട് ഒരു 99% ഞാനിവിടെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. എനിക്കിപ്പോൾ ഒരു 80% ജർമ്മൻ സംസാരിക്കാൻ പറ്റും. ഇനി എന്താ പറയുക, C1 ലെവലൊക്കെ പഠിച്ചെഴുതണം എന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. ആ ഒരു അത്യാവശ്യം നന്നായിട്ട് ആ ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ എഫോർട്ട് ആണ് കേട്ടോ, എഫോർട്ട് ഇടാണ്ട് പറ്റില്ല. ഞാനിവിടെ ഡെയിലി ലൈഫ് കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളെല്ലാം ഫ്രണ്ട്സുമായിട്ട് നടത്തുന്നതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഇപ്പോൾ എനിക്കിവിടെ വേറെ ഫ്രണ്ട്സോ കാര്യങ്ങളോ മലയാളീസ് ഇല്ല. ഉണ്ട്, ഫ്രണ്ട്സോ കാര്യങ്ങളോ ഇല്ലെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ വിചാരിക്കും എനിക്ക് ആരും ഇവിടെ കൂട്ടില്ല എന്ന്. അങ്ങനെയല്ല, എനിക്കിവിടെ കൂട്ടുകാരുണ്ട്. നാട്ടിൽ നിന്ന് എൻ്റെ കൂടെ പഠിച്ച പിള്ളേരും ഇവിടെ ഉണ്ട്. പക്ഷെ ഞാൻ ആരുമായിട്ട് ടച്ചിലല്ല, അങ്ങനെ വന്നുപോയി അങ്ങനത്തെ ഒരു കമ്പനി കുറവാണ്. പിന്നെ കുറച്ച് പേരേ ഉള്ളൂ. അത് വല്ലപ്പോഴും കണ്ടു, പിന്നെ മെസ്സേജ് അയക്കും, അങ്ങനെയുള്ള ഒരു ഇതേ ഉള്ളൂ. അപ്പോൾ അതല്ലാണ്ട് എനിക്ക് മറ്റേ ഡെയിലി ഹാങ് ഔട്ട് ചെയ്യാനുള്ള ഫ്രണ്ട്സോ കാര്യങ്ങളോ ഇവിടെ മലയാളീസ് ഇല്ല. അങ്ങനെയുള്ളത് എനിക്ക് 2 ജർമ്മൻസ് ആണ്. നിങ്ങൾ മുമ്പേ കണ്ടിട്ടുണ്ട്, എമി ലൂക്കെ, അവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരുടെ കൂടെയാണ് ഞാൻ വീക്കെൻഡും കാര്യങ്ങളെല്ലാം സ്പെൻഡ് ചെയ്യുന്നത്. വിച്ച് മീൻസ് അവർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. ഇംഗ്ലീഷ് അറിയാൻ കുറച്ച്, പക്ഷെ അവർ സംസാരിക്കില്ല. കുറച്ചെന്ന് വെച്ചാൽ ഒട്ടും സംസാരിക്കില്ല. നമ്മുടെ നാട്ടിൽ അതിലും ഭേദമായിട്ട് പേളിമാഴിയുടെ കൊച്ചു ഇംഗ്ലീഷ് സംസാരിക്കുന്നതെന്ന് പറയൂ. അത്രയും അവർ സംസാരിക്കുള്ളൂ. ഒത്തിരി കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ഞാനാണ് ക്ലാസ്സിൽ ഇംഗ്ലീഷിനെ ഹെൽപ്പ് ചെയ്യുന്നത്, അവരെന്നെ ജർമ്മനെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെയാണ് ആ ഒരു ഇത് വരുന്നത്, ബോണ്ട് വരുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് അവരുള്ളതുകൊണ്ട് വീക്കെൻഡ് കാര്യങ്ങൾ അവരുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടും എനിക്ക് ജർമ്മൻ ഇമ്പ്രൂവ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു കൂട്ടാണ് അവർ ബേസിക്കലി പറയുന്നത്. പിന്നെ എമിയുടെ വീട്ടുകാരുമായിട്ട് ഞാൻ കമ്പനിയാണ്. ഞാൻ എമിയുടെ വീട്ടിൽ പോയിട്ടുണ്ട്. സോ അമ്മമ്മയും ഒക്കെ ആയിട്ട് ഇപ്പോൾ കമ്പനിയാണ്. അമ്മമ്മ ഗോയിത്തയിലെ ടീച്ചറാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അറിയണം. അമ്മമ്മ ഗോയിത്തയിലെ ട്യൂട്ടറാണ്. ഗോയിത്തയിൽ ഇവിടെയുള്ള പിള്ളേർക്ക്, ബെർലിനിലുള്ള പിള്ളേർക്ക് മാർക്ക് കൊടുക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അമ്മമ്മയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തമ്മിലൊരു ടോക്ക് വന്നിട്ടുണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഡിഫിക്കൽട്ടീസും ഗോയിത്തെ പാസ്സാവുന്ന കേസും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ അമ്മമ്മ ഇവിടുത്തെ ഗോയിത്തെ ബെർലിനിലെ ട്യൂട്ടറാണെന്നുള്ളൊരു കാര്യം പുള്ളിക്കാരി എപ്പോഴാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ നമുക്ക് ഇവിടെ ആരെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ജർമ്മൻ സംസാരിക്കാൻ നമുക്ക് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യം തന്നെയാണ്. ഇപ്പം നമ്മൾ ഏകദേശം സ്പീക്കിങ്ങിൻ്റെ ടൈലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് കിടക്കാണ് ഹെയറിനും സ്പീക്കിങ്ങും ഞാൻ വേണമെങ്കിൽ കമ്പയർ ചെയ്യാം. കാരണം നമുക്ക് എന്തോരം കേൾക്കുന്നോ അതനുസരിച്ച് നമുക്ക് സ്പീക്ക് ചെയ്യാനും പറ്റും. കാരണം കേൾക്കുന്നതിൻ്റെ ശക്തി കൂടുന്നതനുസരിച്ച് നമുക്ക് സ്പീക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ കുഞ്ഞി പിള്ളേരില്ലേ, നമ്മൾ മക്കളൊക്കെ വളർന്നു വരുമ്പോൾ അവരെങ്ങനെയാണ് സംസാരിക്കുന്നത്, നമ്മുടെ ചുറ്റുഭാഗം നടക്കുന്ന കാര്യങ്ങൾ കേട്ടിട്ടാണ് അവർ നമ്മളോട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അവർ പ്രായം വരുമ്പോൾ. അല്ലാണ്ട് അവർക്ക് ആരും മലയാളത്തിന്റെ പാഠങ്ങളോ അതൊന്നും എടുത്തു കൊടുക്കുന്നില്ല. നമ്മൾ അച്ഛനും അമ്മയൊക്കെ സംസാരിക്കുന്ന കേട്ടിട്ടാണ് ആ മക്കള് വലുതാകുമ്പോൾ സംസാരിച്ചു വരുന്നത്. ഇപ്പം ചള്ളായിക്കോട്ടെ നല്ലതായിക്കോട്ടെ, തെറി പറയുന്ന പിള്ളേരുണ്ട് കുഞ്ഞിലെ പോലെ. അതൊക്കെ പേരൻസ് സംസാരിക്കുന്ന കേട്ടിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും അവർ കേട്ടിട്ടാണ് അവർ പഠിക്കുന്നത്. അതുപോലെ നമുക്ക് ഹെയറിനും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഈ സ്പീക്കിങ്ങും ഹെയറിനും മിക്സഡ് ആണെന്ന് ഞാൻ പറയും. ഞാൻ പഠിച്ചതിൻ്റെ ഒരു വലിയൊരു ഉദാഹരണമാണത്. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ജർമ്മൻ സംസാരിക്കുന്ന ആൾക്കാരാണ് എൻ്റെ ചുറ്റിനും. മലയാളം കേൾക്കുന്നേ ഇല്ല, കമ്പാരറ്റീവ്ലി കുറവാണ്. അപ്പം അങ്ങനെ എൻ്റെ സ്പീക്കിംഗ് കുറേ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇപ്പോൾ ക്ലാസ്സിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും അത് ലൂക്ക് എപ്പോഴും എൻ്റെ അടുത്ത് പറയും. കാരണം വേറെ ക്ലാസ്സിൽ വേറെ പിള്ളേരുണ്ട്, അവരാരും ഒന്നും മിണ്ടില്ലാത്ത സ്ഥാനത്ത് ഞാൻ മാത്രമേ ഉള്ളൂ അവിടെ ഒരു ഔസ്ലെൻഡറായിട്ട് കൈപൊക്കി സംസാരിക്കാനോ, അല്ലെങ്കിൽ മറ്റൊരാളുടെ ഒരു ഔസ്ലെൻഡർ ഒരു ഇഷ്യൂ വരുവാണെങ്കിൽ എനിക്ക് മാത്രമാണ് കൈപൊക്കി സംസാരിക്കാൻ പറ്റുള്ളൂ. അവർക്ക് ആർക്കും അറിയത്തില്ല. ആ ഒരു ഇഷ്യൂ ലൂക്ക് എപ്പോഴും അടുത്ത് പറയാറുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസമാണ് എന്നെ കണ്ടപ്പോൾ പറഞ്ഞുള്ളൂ. അപ്പം അതെന്ന് പറയുമ്പം ഹെയറിനും സ്പ്രെഹനും ആ ഒരു ഇതിൽ ഒരു ഇതുണ്ട്, മനസ്സിലായില്ല, ഒരു ഇതുണ്ട്. അപ്പോൾ നിങ്ങളും കേൾക്കുക, മാക്സിമം പോഡ്കാസ്റ്റുകൾ കേൾക്കുക, അത് ത്രൂ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പം നിങ്ങൾക്ക് വൊക്കാബ്സ് ഇമ്പ്രൂവ് ചെയ്യാം. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വൊക്കാബ്സ് നിങ്ങൾ കേൾക്കുന്നതോടെ നിങ്ങൾ യൂസ് ചെയ്ത് പഠിക്കുക. എഴുതി വെക്കാൻ പറ്റുമോ, മറന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ എഴുതി വെച്ചേക്കുക. എഴുതി വെച്ചിട്ട് പിറ്റേ ദിവസം അത് യൂസ് ചെയ്യാൻ നോക്കുക. അങ്ങനെ കണ്ടിന്യൂസ് ഒരു 10-20 ദിവസം നിങ്ങളത് അടുപ്പിച്ച് യൂസ് ചെയ്യുമ്പോൾ അത് ഫിക്സ് ആണ്. നിങ്ങളുടെ ബ്രെയിൻ അത് ഏറ്റെടുക്കും. ബ്രെയിൻ ഒരിക്കലും പിന്നെ തള്ളിക്കളയില്ല. നിങ്ങൾ എന്തൊക്കെ ബ്രെയിനിലേക്ക് കൊടുത്തിട്ടുണ്ടോ അതൊക്കെ അവിടെ കിടക്കും. പക്ഷെ നിങ്ങൾ റീയൂസ് ചെയ്യാണ്ടത് ഒരിക്കലും ബ്രെയിൻ നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. സോറി. അപ്പോൾ അതൊരു കാര്യം. പിന്നെ നമുക്കിനി എഴുത്തും വായനയാണ് അടുത്തത്. നിങ്ങൾ എന്തോരം വായിക്കുന്നോ അത്ര നിങ്ങൾക്ക് എഴുതാനും പറ്റും. കാരണം എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ എഴുതാനാണ് എനിക്ക് കഴിവ് കൂടുതൽ. എന്തോരം ഉണ്ടാക്കി എഴുതാൻ പറ്റും അത്ര ഞാൻ ജർമ്മനിലും ഉണ്ടാക്കി എഴുതും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എഴുതാനായിട്ട്. മറ്റേ മലയാളത്തിന് ഉപന്യാസവും ഇംഗ്ലീഷിൽ എസ്സേയൊക്കെ എഴുതി ഞാൻ ഭയങ്കര ഇതായിട്ട് നിൽക്കുകയാണ്. ലൈക്ക് സ്കൂളിലൊക്കെ, ഇവിടുത്തെ അല്ല നമ്മുടെ നാട്ടിലെ സ്കൂളിലൊക്കെ
അത്രയും തള്ളി മറിച്ച് ഞാൻ വെക്കുമായിരുന്നു. ആ ഒരു ഞാൻ ഇവിടെ വന്നപ്പോഴും ആ തള്ളൽ അങ്ങനെ തന്നെ ഉണ്ട്. കാരണം ജർമ്മനിയിൽ നമുക്ക് ഉപന്യാസ എസ്സേ ഒന്നും എഴുതാനില്ലെന്നുണ്ടെങ്കിൽ പോലും എന്തെങ്കിലും ഒരു ടോപ്പിക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അറിയില്ലാത്ത കാണാണ്ട് പഠിക്കാത്തൊരു സെഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ നമുക്ക് മലയാളത്തിൽ ഉള്ളിൽ അറിയാമെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അത് തള്ളി മറിച്ച് എഴുതി വെക്കാറുണ്ട് ജർമ്മനിൽ. അതിൽ നമുക്ക് ആ ഒരു കഴിവ് വേണം, എഴുതുക എന്ന് പറയുന്ന ഒരു കഴിവ് വേണം. അത് ദൈവം സഹായിച്ചുണ്ട്. എഴുതുക എന്ന് പറഞ്ഞാൽ കൈ കൊണ്ട് എഴുതാൻ പറ്റണം കേട്ടോ ആ ഒരു ഇത്. പിന്നെ നമുക്ക് ആ ഒരു ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അതും വേണം കേട്ടോ. അല്ലാണ്ട് കാണാണ്ട് പഠിച്ച് മാത്രം എഴുതാൻ പറ്റുന്ന പിള്ളേരുണ്ട്, ഉണ്ടാക്കി എഴുതാൻ അറിയില്ലാത്തവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. അപ്പോൾ വായിക്കുക എന്ന് പറയുന്ന ഒരു ഇതും വലിയൊരു ഘടകം തന്നെയാണ്. കാരണം നിങ്ങൾ ഇഷ്ടംപോലെ ബുക്കുകൾ വായിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ വായിക്കാൻ പറ്റും. എനിക്ക് ബുക്ക് വായിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ എന്താ വായിക്കാൻ വേണ്ടി ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് സ്കൂളിലൊരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ഞാൻ അതെനിക്ക് വായിക്കാനുള്ള മടി കാരണം ഞാൻ എപ്പോഴും ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇംഗ്ലീഷിൽ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഫോൺ അലൗഡ് അല്ലാണ്ടാക്കി ക്ലാസ്സിൽ. എന്നേരം പിന്നെ ഞാൻ പയ്യെ വായിച്ച് തുടങ്ങി, അങ്ങനെ വേണം പറയാൻ. വായിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു പ്രശ്നമില്ല. കാരണം ഞാൻ കേൾക്കുന്നത് എന്തോ അത് എനിക്ക് ഇതിനകത്ത് ടെക്സ്റ്റിൽ വ്യക്തമാണ്. കുറച്ച് വെക്കാപ്സിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതല്ലാണ്ട് ബാക്കിയെല്ലാം ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. സോ നിങ്ങൾ കേൾക്കുന്നതും വായിക്കുന്നതും കാണുന്നതും എല്ലാം നിങ്ങൾക്ക് വായിക്കുന്ന ടൈമിൽ ലൈക്ക് ടെക്സ്റ്റിനകത്ത് കാണാൻ പറ്റും. സോ നിങ്ങളിപ്പോൾ വായന ഒരു ശീലമാക്കുക. ലൈക്ക് ബുക്കോ നോവൽസോ അങ്ങനെ എന്തെങ്കിലും വായിക്കണമെന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് എന്ത് വേണേൽ വായിക്കാം. അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് കാണുന്ന ടൈമിൽ സബ് ടൈറ്റിലോ സംതിങ് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് വായിക്കുന്നത് പോലെ തന്നെയാണ്. നിങ്ങൾക്ക് അങ്ങനെ കാണാം. നെറ്റ്ഫ്ലിക്സിൽ മൂവീസ് കാണാം, ഇഷ്ടംപോലെ മൂവീസൊക്കെ കിട്ടും. അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ എഴുതുക എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഡെയിലി ജേർണൽ എഴുതാനോ അല്ലെങ്കിൽ നിങ്ങളുടെ അന്നത്തെ ഒരു ദിവസം നിങ്ങൾ കുറിക്കാനൊക്കെ നോക്കുക ജേർണലിൽ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ് നിങ്ങൾക്ക് ഡിഫിക്കൽട്ടീസ് വരുന്നത്. ഇപ്പോൾ ഞാൻ ഉദാഹരണം, നിങ്ങളൊരു ഡയറി ഇന്ന് രാത്രി കിടക്കാൻ നേരത്തെ ജർമ്മൻ പഠിക്കുന്ന പിള്ളേരൊന്ന് എഴുതി നോക്ക്. എന്നിട്ട് നിങ്ങൾ നാളെ അടുത്ത വീഡിയോയിൽ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് പറയാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു നോക്കുക നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്ന ഒരു അനുഭവം എന്നുള്ള ഒരു കാര്യം നിങ്ങൾ പറയാൻ വേണ്ടി നോക്കുക. എഴുതിയിട്ട് ഓക്കെ ആയിരുന്നോ, എഴുതാൻ പറ്റിയോ, എവിടെയായിരുന്നു ഡിഫിക്കൽട്ടീസ്, ആ ഡിഫിക്കൽട്ടി ആ സെയിം സാധനം നിങ്ങൾ അടുത്ത ദിവസം ഒന്ന് റിപ്പീറ്റ് അടിച്ച് നോക്കിയേ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു വൊക്കാബോ കാര്യങ്ങളോ ഇംഗ്ലീഷിൽ നോക്കി എഴുതിയെന്ന് വെക്കാം. നമ്മൾ സ്വാഭാവികമായിട്ടും പഠിക്കുന്ന പിള്ളേരിൽ തെറ്റൊന്നും അല്ലല്ലോ. പഠിക്കുന്ന പിള്ളേരാരും തെറ്റ് ചെയ്യില്ല. ഓക്കെ, അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ പിറ്റേ ദിവസം അത് റിപ്പീറ്റ് അടിച്ച് എഴുതുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അത് ഇമ്പ്രൂവ് ആയില്ലയോ. മേ ബി അത് ഇമ്പ്രൂവ് ആവും, മേ ബി അത് ഇമ്പ്രൂവ് ആയില്ല എന്ന് വെച്ചിട്ട് ആരും വിഷമിക്കാനോ ഞാൻ പഠിക്കില്ലാത്ത കൊച്ചാന്ന് പറഞ്ഞ് മുദ്ര കുത്താനോ അങ്ങനെയൊന്നും നിൽക്കണ്ട. പലർക്കും പല രീതിയിലാണ് പഠിക്കുന്ന കഴിവ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പഠിക്കാനുള്ള കഴിവുണ്ട്. ഞാൻ കിടന്ന് ഉഴപ്പിയിട്ടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്, എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ നിങ്ങളുടേതായിട്ടുള്ള കഴിവുണ്ട്. ആ കഴിവിനെ നിങ്ങൾ വെളിയിലെടുക്കാൻ വേണ്ടി നോക്കുക. നിങ്ങൾക്ക് കഴിവിച്ച് കുറവാണ്, നിങ്ങളുടെ കൂട്ടുകാരിനേക്കാളും അല്ലെങ്കിൽ കൂട്ടുകാരനേക്കാളും കഴിവ് കുറവാണെന്ന് പറഞ്ഞിട്ട് തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾ മേ ബി വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിരിക്കാം, അവർക്കില്ലാത്ത എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉണ്ടാവാം. അങ്ങനെ ചിന്തിക്കുക. അപ്പം നിങ്ങളിലുള്ള ആ ഒരു കഴിവിലെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നോക്കുക. അപ്പം നിങ്ങൾ അങ്ങനെ എഴുതാനും കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ ഇതാണ് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ചെറിയൊരു ടിപ്പ്. എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ വേഗം ക്വിക്കായിട്ട് എടുത്തൊരു വീഡിയോ, ഇനിയും വെച്ച് നീട്ടിക്കൊണ്ടിരുന്നാൽ ഞാൻ മറന്നു പോകുമെന്ന് ആലോചിച്ചിട്ട് ഞാൻ എടുത്തൊരു വീഡിയോ ആണ്. അതുപോലെ എൻ്റെ വെക്കേഷൻ കഴിഞ്ഞു, ഇനിയിപ്പോൾ നാളെ മുതൽ ജോലിക്ക് പോകണം, പിന്നെ ഒട്ടും സമയം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ വീഡിയോ എടുത്തത്. എനിവേ വീഡിയോ ഇഷ്ടമായെങ്കിൽ അറിയിക്കുക. അതുപോലെ എല്ലാവരും ഞാൻ പറഞ്ഞത് ട്രൈ ചെയ്ത് നോക്കും. ഇപ്പോൾ ചാറ്റൻബർഗ് ആയിക്കോട്ടെ എല്ലാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കാം, വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. ആൻഡ് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.